എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 46-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. കുഹജിദ്വനമംബുധി ക്വചിത് ക്വചി ഭദ്രം കുഹജിദ്രസാതലം മനുജാതനുജാ ക്വചിൽ സുരാദൃശേ കിം ന തദാ ത്വദാനനേ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. കുഹജിത് വനം, ഒരിടത്ത് കാട്. ക്വചിത് അംബുധി, മറ്റൊരിടത്ത് സമുദ്രം. ക്വചിത് അഭ്രം, ഇനി മറ്റൊരിടത്താണെങ്കിലോ ആകാശം. കുഹജിത് രസാതലം, വേറെ ഒരിടത്ത് പാതാളം. ക്വചിത് മനുജാതനുജാസുര, പിന്നെ മറ്റൊരിടത്ത് മനുഷ്യർ, അസുരന്മാർ, ദേവന്മാർ. ഇങ്ങനെ ദദൃശി, കണ്ടു. കിംന, എന്താണ് ഇനി കാണാതിരുന്നത്? എവിടെ? തഥാ, അപ്പോൾ. ത്വദാനനേ, അങ്ങയുടെ വായിൽ. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? അപ്പോൾ അങ്ങയുടെ വായിൽ ഒരു ഭാഗത്ത് വനവും മറുഭാഗത്ത് സമുദ്രവും, പിന്നെ ഒരിടത്ത് ആകാശവും വേറെ ഒരിടത്ത് പാതാളവും, മനുഷ്യരും അസുരന്മാരും ദേവന്മാരും എന്നിങ്ങനെ എന്തെല്ലാം കാണപ്പെട്ടില്ല എന്ന് അത്ഭുതത്തോടെ ചോദിക്കുകയാണ് ഭട്ടതിരിപ്പാട്. അതായത് ഈ സർവപ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം യശോദാമ്മ ഉണ്ണിക്കണ്ണൻ്റെ വായിൽ കണ്ടു. ഇനി കാണാത്തതായിട്ട് ഒന്നുമില്ല എന്ന് പറയാണ്. ഹരേ കൃഷ്ണ.